സഹകാരിയുടെ ക്ലാസ് എനിക്ക് ക്ലാസ്സിന്റെ ടൈം വീഡിയോ റെക്കോർഡ് ആയതുകൊണ്ട് നല്ലോണം പഠിക്കാനുള്ള ടൈം മാനേജ്മെന്റ് നല്ലോണം പറ്റിയിട്ടുണ്ടായിരുന്നു. PSC ക്കായാലും അത്ര സമയം അവൾ ഒട്ടും കളയാണ്ട് ഫുള്ളായിട്ട് ഇന്ന് പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ PSC പരീക്ഷയിൽ തന്നെ ആദ്യ റാങ്കുകളിലേക്ക് എത്തുക എന്നുള്ളത് എപ്പോഴും വളരെ അപൂർവമായിട്ടുള്ള നേട്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു നേട്ടത്തിലെത്തി നിൽക്കുകയാണ് നമ്മുടെ വൈഷ്ണവി. എറണാകുളം ജില്ലയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിനേഷനിൽ 6ാം റാങ്ക് ഹോൾഡറാണ്. എത്ര വയസ്സായി മോളെ? 21 വയസ്സിലാണ് ഈ ഒരു നേട്ടം ഇദ്ദേഹത്തിന് കൈവരിക്കാൻ പറ്റിയത്. മാത്രമല്ല നമുക്ക് സർവീസ് പരിഗണിക്കുമ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ അഡ്വൈസുകളിൽ അല്ലേ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ഷോർട്ട് നോട്ടീസിൽ വന്നൊരു എക്സാമിനേഷൻ ആണ് അല്ലേ. ഡിപ്ലോമ പാസ്സായത് ഏത് വർഷമായിരുന്നു? 2023 പാസ്സായ ഉടനെ നോട്ടിഫിക്കേഷൻ വന്നു. ഭയങ്കര ലക്കിയാണ് വൈഷ്ണവിയുടെ ബാച്ച് അല്ലേ. നിങ്ങളുടെ ബാച്ചിൽ ഇപ്പൊ എത്ര പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്? എല്ലാ ജില്ലയുടെയും മുഴുവനായിട്ട് വന്നിട്ടില്ല. എറണാകുളത്ത് ഞങ്ങൾ 3 പേരാണ് ക്ലാസ്സിൽ എഴുതിയത്. അവർ 3 പേരും ലിസ്റ്റിലുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം വരുന്ന അഡ്വൈസിൽ തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. തൃശ്ശൂർ സ്വദേശിയാണ് വൈഷ്ണവി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിപ്ലോമ കഴിഞ്ഞതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് വൈഷ്ണവിക്ക് കിട്ടിയിട്ടുണ്ടല്ലേ, ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം നമുക്ക് സഹകാരിയോട്ട് വന്നപ്പോഴത്തേക്കും എങ്ങനെയായിരുന്നു? പഠിക്കാൻ കൂടുതലായിരുന്നോ കുറവായിരുന്നോ? ഞാൻ സഹകാരിയിൽ ക്രാഷ് കോഴ്സ് ആയിട്ടാണ് ചേരുന്നത്. ഓൺലൈൻ ബാച്ച് ആയിരുന്നു. ഞാൻ കൂടുതലും അതിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ക്ലാസ്, പിന്നെ അനാട്ടമി, അതൊക്കെയായിരുന്നു കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ സഹകാരിയുടെ ക്ലാസ് എനിക്ക് ക്ലാസ്സിന്റെ ടൈം വീഡിയോ റെക്കോർഡ് ആയതുകൊണ്ട് നല്ലോണം പഠിക്കാനുള്ള ടൈം മാനേജ്മെന്റ് നല്ലോണം പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇടുന്നതും എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് അത് നല്ലൊരു കാര്യമായിരുന്നു. പരീക്ഷ നല്ലോണം എഴുതാനും അപ്പൊ നമുക്ക് എത്രത്തോളം ടൈം അതിനുവേണ്ടി ആലോചിച്ചെടുക്കാനും ഉണ്ടെന്ന് മനസ്സിലായിരുന്നു. എല്ലാ പരീക്ഷയും മാക്സിമം എഴുതാൻ ശ്രമിച്ചിരുന്നു. ഇനി എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി നിങ്ങളെ ഒരു മേഖലയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ പഠിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം എന്തെല്ലാം അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്? എങ്ങനെ പഠിച്ചാൽ അവരുടെ ലൈഫ് സെക്യൂർ ആകുന്ന തരത്തിലുള്ള സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റും? ഇത് 2 വർഷം കൊണ്ട് നമ്മളിപ്പോൾ ഈ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ് നമുക്ക് സാധാരണ ഒരു PSC വഴി ഗവൺമെൻറ് ജോലിയിലോട്ട് കയറുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നല്ലോണം കുറേ വർഷത്തെ അധ്വാനം തന്നെ ഇത് വേണം. ഇതിപ്പോൾ നമ്മുടെ 2 വർഷത്തെ കോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം തന്നെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ എന്തും നല്ലോണം പഠിക്കണം എന്ന് മാത്രം. പ്രചോദനമായിട്ട് നിന്നിട്ടുള്ള വൈഷ്ണവിയുടെ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്തൊക്കെയാണ് നമ്മുടെ അമ്മയുടെ ഒരു ഇൻപുട്ട് മകളുടെ വിജയത്തിൽ? ഞാൻ അത് ജോലി വേഗം കിട്ടണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഓഫീസിൽ ഒരു സ്റ്റാഫ് പറഞ്ഞറിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ കോഴ്സ്. അപ്പം തന്നെ ഞാൻ പലരോട് അന്വേഷിച്ചു. അങ്ങനെ അവളോട് ചോദിച്ചപ്പോൾ അവൾ കുഴപ്പമില്ല, അങ്ങനെ ചേർന്നു. പിന്നെ അവൾ എക്സാം ആകുമ്പോൾ നല്ല പോലെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ എന്ന് പറഞ്ഞാൽ ശരിക്കും കറക്റ്റായിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. 2 വർഷവും ഡിസ്റ്റിങ്ഷനോടുകൂടി തന്നെ മാർക്ക് വാങ്ങിച്ചു. അപ്പോൾ അത് PSC ക്കായാലും അത്ര സമയം അവൾ ഒട്ടും കളയാണ്ട് ഫുള്ളായിട്ട് ഇന്ന് പഠിച്ചിട്ടുണ്ട്. എളുപ്പമൊന്നുമല്ല നമുക്ക്. നമ്മൾ എല്ലാവരും പറയും ഇത് വേഗം കിട്ടുന്ന, അതെനിക്ക് തോന്നണില്ല. കാരണം ഇപ്പോൾ കുറച്ച് പേരല്ലേ കയറിയിട്ടുള്ളൂ. അപ്പോൾ അത് അത്ര എളുപ്പമായിട്ട് തോന്നണില്ല. കുറച്ച് നല്ലപോലെ കഷ്ടപ്പെടണം. അതെന്തിനായാലും അങ്ങനെ വീട്ടിലെ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇല്ല, അത്രയ്ക്കൊന്നും ആവശ്യം. കുറച്ചെന്നാലും സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ജോലിക്ക് പോണതായതുകൊണ്ട് ഞാൻ ജോലിക്ക് പോണതാണല്ലോ. അപ്പൊ അത്യാവശ്യം എന്നാലും പഠിക്കണ കാര്യത്തിൽ അങ്ങനെ. ഞാനിപ്പോ വടക്കാഞ്ചേരി കോടതിയിലാണ്. അപ്പൊ എന്തായാലും സന്തോഷം അമ്മേ.